ലോകം ഉറ്റുനോക്കുന്ന കല്ലടയാറിലെ ചാമ്പ്യൻസ് ബോർഡ് ലീഗ് 5ാം സീസണിലെ 9ാം മത്സരത്തിന്റെ ഫൈനലിന് സമയം സമാഗതമാകുകയാണ്. ഇതാ 3 ജൽധവീരന്മാര് അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ അണിനിരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ന് കല്ലടയാറ് ആര് പിടിച്ചടക്കും? ആരായിരിക്കാം ഇവിടെ മധുര പ്രതികാരത്തിന് ഇറങ്ങുക? ഇത്തിക്കര പക്കിയും കായംകുളം കൊച്ചുണ്ണിയും പേടിപ്പെടുത്തിയ കല്ലടയാറില് ഇതാ 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കിൽ വീയപുരം. ഇതാ നിരണം ബോട്ട് ക്ലബ്ബ് കടന്നു വരുന്നു. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് 2ലൂടെ വരുന്നു, 3ലൂടെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി. ശേഷം വിവരണത്തിന് മൈക്ക് അജു മേൽപ്പാടത്തിലേക്ക്. So the time for grand finale. നിരണവും മേൽപ്പാടവും അതോടൊപ്പം വീയപുരവും കടന്നു വരുന്ന ഗ്രാൻഡ് ഫിനാലെ 3 കളിയോടങ്ങളുടെ പോരാട്ടമാണ്. നിരണമാകുമോ, മേൽപ്പാടമാകുമോ, വീയപുരമാകുമോ? KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള നിരണമത തുഴഞ്ഞെടുക്കുകയാണ്. മേൽപ്പാടം സോളി വർഗീസിന്റെ ക്യാപ്റ്റൻസിയിലത തുഴഞ്ഞെടുക്കുകയാണ്. ജോസ് പുതിയറയും ബിനു എച്ച് പുതുവാളും ജോഷി വർഗീസും ക്യാപ്റ്റനായിട്ടുള്ള വീയപുരമത തുഴഞ്ഞെടുക്കുകയാണ്. കണ്ടൽക്കാടുകളുടെയും കായലുകളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധ നേടിയ തീരമത ഇന്ന് അത്ഭുതപ്പെടുകയാണ്. അഷ്ടമുടിക്കായലും കല്ലടയാറുമത കോരിത്തരിക്കുകയാണ്. നിരണത്തിന്റെ പ്രജാപതിയാണോ, മേൽപ്പാടത്തിന്റെ മന്നാടിയാറാണോ, അതോ വീയപുരത്തിന്റെ വീരുവാണോ? ഇതാണ് പോരാട്ടം. വരുൺ ശർമ്മയും അരുൺ വെള്ളംകുളങ്ങരയും അജീഷ് കുമരകവും നേർക്കുനേരെ ഒറ്റത്തുഴയിലുള്ള പോരാട്ടമാണ്. പ്രസന്നനും രാജീവ് കുമരകവും നേർക്കുനേരെ പോരാടുകയാണ്. ഇഞ്ചുകൾക്ക് മുന്നിൽ വീയപുരം ആൻഡ് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി. അൺബീറ്റബിൾ ഇക്വേഷൻ ആണ് ഈ സീസണിൽ വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരി ആൻഡ് വീയപുരം. വള്ളംകളി എന്ന സാമ്രാജ്യത്തിൽ പിറന്നു വീണ നാൾ മുതൽ അത്ഭുതം തീർത്തു വരുന്ന വീയപുരം. പക്ഷേ മേൽപ്പാടത്തിന് ഇന്ന് അട്ടിമറിക്കാൻ കഴിയുമോ? ഒരു ജനത പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ്. മുപ്പായിക്കേരി മുത്തുംപാടവും കട്ടക്കുഴിയും ഇത് കോരിത്തരിക്കുകയാണ്. ഇഞ്ചുകളുടെ ലീഡിലേക്കഥ മേൽപ്പാടം കടന്നു വരികയാണ് നിരണത്തിന്. പക്ഷേ ഇന്ന് ഇവിടെ ആദ്യ വിജയമെന്ന ലക്ഷ്യമാണ്. ആർക്കൊപ്പമാകും വിജയത്തിന്റെ കരുത്തു വരിക? അൺസ്റ്റോപ്പബിൾ, അൺപ്രഡിക്റ്റബിൾ വീയപുരമാണോ, അതോ നിരണത്തിന്റെ പ്രജാപതിയാണോ, അതോ മേൽപ്പാടത്തിന്റെ മണ്ണടിയാറാണോ? സോളി മേൽപ്പാടത്തിന് ഇന്ന് വിജയവുമായി മടങ്ങാൻ സാധിക്കുമോ? പക്ഷേ വീയപുരം തന്നെ ലീഡെടുത്തു വരികയാണ്. കണ്ടൽക്കാടുകൾ കോരിത്തരിക്കുകയാണ്. തെങ്ങോലമാലകൾ പ്രകമ്പനം കൊള്ളുകയാണ്. ആകാശത്ത് പറവകൾ പോലും ആശ്ചര്യപ്പെടുകയാണ്. ജനലക്ഷങ്ങൾ ഇഞ്ചുകൾക്ക് കാത്തിരിക്കുകയാണ്. വാട്ട് എ ഫൈനൽ, വാട്ട് എ മാച്ച്. കല്ലട കോരിത്തരിക്കുന്നു. കാത്തിരിക്കാം ആർക്കൊപ്പം വിജയം. ആൻഡ് ഓവർ ടു ജോളി എതിരെ. താങ്ക് യു മിസ്റ്റർ അജു മേൽപ്പാടം. ആവേശകരമായ ഫൈനൽ മത്സരം. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണ്. ഇതാ നിരണവും മേൽപ്പാടവും വീയപുരവും തമ്മിൽ ഇതാ കല്ലടയാറിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് 1ാം ട്രാക്കിൽ നിരണം, 2ാം ട്രാക്കിൽ മേൽപ്പാടം, 3ാം ട്രാക്കില് വീയപുരം. 3 പേരും ചീറ്റപ്പുലിയെ പോലെ പാഞ്ഞെടുക്കുന്നു. 1ലെ നിരണം, 2ലെ മേൽപ്പാടം, 3ലെ വീയപുരം. വീയപുരവും മേൽപ്പാടവും നിരണവും കുതിച്ചു പാഞ്ഞ് കടന്നു പോകുന്നു. മനോഹരമായ ഓളപ്പരപ്പില് ഇതിഹാസമായി മാറുന്ന ജലയുദ്ധത്തിന്റെ 5ാം സീസണിലെ 9ാം ജലയുദ്ധം കല്ലടയില് ഇതാ കടന്നു പോകുന്നു. ആര് വിജയിച്ചു എന്ന് ജഡ്ജസ് ആണ് ഔദ്യോഗികമായി പറയേണ്ടത്. 1ാം ട്രാക്കിൽ തുഴഞ്ഞത് അത് നിരണമാണ്. നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാം ക്യാപ്റ്റന്, മോനപ്പന് ആശാൻ ലീഡിംഗ് ക്യാപ്റ്റനുമായി ബൈക്ക് വാട്ടർ കിങ്സിന്റെ പേരില് കടന്നുപോയെങ്കിൽ 2ാം ട്രാക്കിൽ വന്നത് അത് മേൽപ്പാടമാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് സോളി വർഗീസ് മേൽപ്പാടം, മനോജ് പത്തുതെങ്കില് ലീഡിംഗ് ക്യാപ്റ്റൻ. 3ാം ട്രാക്കിൽ കടന്നുപോയത് അത് വീയപുരമാണ്. പ്രൈഡ് ജേഴ്സേഴ്സ് വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനകരി, അതേ ജോസ് പുതിയാറ, ബിനു എച്ച് പുതുവല ആൻഡ് ആവേ മരിയ ജോഷി വർഗീസ് ആവേ മരിയ കൺസ്ട്രക്ഷൻ
ക്യാപ്റ്റൻ ആൻഡ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാട്. എങ്കില് വിയപുരവും മേൽപ്പാടവും നീരണവും തമ്മിൽ ഈ 5ാം സീസണിലെ 9ാം മത്സരത്തിന്റെ ഫൈനലിൽ കടന്നുപോയി. ഔദ്യോഗികമായി പ്രധാന പവലിയനിൽ നിന്ന് ജഡ്ജസിന്റെ വിധിക്കായി നമുക്ക് കാതോർക്കാം. കമന്ററി ബോക്സിൽ ഞാൻ ചമ്പക്കുളം ജോളി എതിരേറ്റ് അജു മേൽപ്പാടം പ്രധാന പവലിയനിലേക്ക്